ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേർ പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ഡാറ്റ വളരെ പെട്ടെന്ന് തീർന്നു പോകുന്നു, എൻ്റെ മൊബൈൽ ഡാറ്റ അധികം നിൽക്കുന്നില്ല, ഞാൻ അധികം യൂസ് ചെയ്യാതെ തന്നെ എൻ്റെ ഡാറ്റ എല്ലാം പെട്ടെന്ന് തീരുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യുക എന്ന് നോക്കാം. പലരും ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങൾ, ഇത് കാരണം നമുക്ക് നമ്മുടെ ഡാറ്റ എല്ലാം ലോസ് ആകാറുണ്ട്. അതിനായി ആദ്യം തന്നെ യൂട്യൂബിൽ നമ്മൾ ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡാറ്റ വെറുതെ നഷ്ടമാകുന്നത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്തെല്ലാമാണ് സെറ്റിംഗ്സ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നമ്മൾ ഇപ്രകാരം നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഈ ഒരു വീഡിയോ ഓട്ടോമാറ്റിക്കായി പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഞാൻ ഇത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു വീഡിയോ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായി പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഇത്തരത്തിൽ ഇത് നമ്മുടെ വീഡിയോ നമ്മൾ ഓപ്പൺ ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കായി പ്ലേ ആകുമ്പോൾ നമ്മുടെ ഡാറ്റ എല്ലാം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓട്ടോ പ്ലേ ഇത് നമ്മൾ ആദ്യം തന്നെ ഓഫ് ചെയ്ത് വെക്കണം. ഇതിനായി നമ്മൾ ഇവിടെ മുകളിൽ വന്നിരിക്കുന്ന നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്രകാരം ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ജനറൽ എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്, ഇതിൽ ടാപ്പ് ചെയ്യുക. ഇനി നിങ്ങൾ ഇവിടെ നാലാമതായി വന്നിരിക്കുന്ന പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഇപ്പോൾ ഇവിടെ ആൾവേസ് ഓൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനാലാണ് നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് എല്ലാം ഓട്ടോമാറ്റിക്കായി പ്ലേ ആകുന്നത്. അതിനാൽ തന്നെ നമുക്കിത് വൈഫൈ ഓൺലി അല്ലെങ്കിൽ ഇത് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. നിങ്ങൾക്കിപ്പോൾ വൈഫൈ എല്ലാമാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ അധികം പ്രശ്നമുണ്ടാവില്ല. എന്നാൽ നിങ്ങൾ മൊബൈൽ ഡാറ്റയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓൾവേസ് ഓൺ എന്ന് വച്ചാൽ നിങ്ങളുടെ ഡാറ്റയെല്ലാം നിങ്ങൾക്ക് വെറുതെ നഷ്ടമാകും. ഞാനിപ്പോൾ ഇത് ഓഫ് എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ബാക്കിലേക്ക് വന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ ഏതൊരു വീഡിയോ ഓപ്പൺ ചെയ്താലും ഈ വീഡിയോ ഇത് ഓട്ടോമാറ്റിക്കായി പ്ലേ ആവില്ല. നമ്മൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ വീഡിയോ എല്ലാം കാണാൻ സാധിക്കുക. അപ്പോൾ ഇതാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ട സെറ്റിംഗ്. അതിനുശേഷം നമുക്ക് രണ്ടാമതായി ചെയ്യേണ്ട ഒരു സെറ്റിംഗ് ഉണ്ട്. ഇതിനായി വീണ്ടും നമ്മൾ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിംഗ്സ് എന്നതിൽ പോവുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഡാറ്റ സേവിംഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജനറലിന് താഴെയായി ഡാറ്റ സേവിംഗ് എന്ന് വന്നിട്ടുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഡാറ്റ സേവിംഗ് മോഡ് ഇത് എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരം ഒരുപാട് ഡാറ്റ എല്ലാം ലോസ് ആകുന്നത് തടയാൻ സാധിക്കും. ഇത്തരത്തിൽ ഈ സെറ്റിംഗ് എല്ലാം എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റ ലോസ് എല്ലാം വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്